ദി ഹൗസ് മെയ്ഡ് എന്ന് പറഞ്ഞ പടം കണ്ടു. ഇതിപ്പോൾ OTTയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ത്യയിൽ OTT എന്ന് പറഞ്ഞാൽ ആമസോൺ പ്രൈമിലാണ്. പക്ഷേ അത് കൺട്രി ലോക്കാണ്. സോ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറയാം. നമുക്കിവിടെ കാണാൻ പറ്റൂല. ഇവിടെ മാത്രമല്ല ഐ തിങ്ക് ഖത്തറിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പടത്തിൻ്റെ ലിങ്ക്. കാരണം അവിടെയും ഇതുപോലെ കൺട്രി ലോക്കാണ്. അവന്മാർ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് പിന്നെ എന്താ. പക്ഷേ ഈ പടം എനിക്കിഷ്ടപ്പെട്ടു. ഒരു നൈസ് പടം. ഒരു വൈബുണ്ട്. ഒരു മിസ്റ്ററി എറോട്ടിക് ത്രില്ലറാണ് ഈ ഒരു പടം. ആൻഡ് ആ ഒരു ജോണറിൽ പൂർണ്ണമായിട്ട് നീതി പുലർത്തുന്ന ഒരു പടമായിട്ട് തോന്നി. പ്രത്യേകിച്ച് വേലയും കൂലിയൊന്നും ഇല്ലാത്ത നമ്മുടെ സിഡ്നി സ്വീനിയുടെ ഒരു ക്യാരക്ടർ ഒരു വീട്ടിൽ വേലക്കാരിയായിട്ട് പോകുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. ആൻഡ് ഈ സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. അത് നല്ല എൻഗേജിങ് ആയിട്ട് സിനിമയെ കൊണ്ടുപോകുന്നുമുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമല്ല. ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് ഇപ്പോൾ സിഡ്നിയുടെ ഈ ഒരു ക്യാരക്ടർ മുതൽ ഇപ്പോൾ ആ ഒരു വീടും വീട്ടുകാരും അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ ഫുൾ ആൻഡ് ഫുൾ മിസ്റ്ററിയാണ്. ആൻഡ് ഈ സിനിമയിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു പക്ഷേ പല സ്ഥലത്തും ഈ സിനിമയുടെ ആ ഒരു ട്വിസ്റ്റിനെ കേട്ടിട്ടുണ്ടോ? അതൊരു വമ്പൻ ട്വിസ്റ്റാണെന്ന് ചോദിച്ചാൽ ആണ്. കുറച്ചൊക്കെ ആ ഒരു പ്ലോട്ടിനനുസരിച്ച് നമ്മൾ അധികം പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. അത് നന്നായിട്ട് ഇവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ ആയിരിക്കും അങ്ങനെ വിചാരിക്കാൻ നമ്മൾ വിടില്ല. ആ രീതിയിലാണ് ഈ സിനിമ മുഴുവനായിട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ് സിനിമ ത്രൂ ഔട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടും ത്രൂ ഔട്ട് ഒരു മിസ്റ്ററി ഫിൽഡായിട്ടാണ് പോകുന്നത്. ഇതൊരു പോയിന്റിന് മുമ്പേ അല്ലെങ്കിൽ എവിടെ നിന്ന് തൊട്ട് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതലേ നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത് ഏകദേശം ഒരു പിടുത്തം കിട്ടിയത് നമുക്ക് ആ ട്വിസ്റ്റ് ഒന്നും വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സാധനം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം കിട്ടുക. എൻ്റെ ഈ ഒരു പ്ലോട്ടിൽ നന്നായിട്ട് അത് ബ്ലെൻഡായി പോകുന്നുണ്ട്. സോ ഇതിലെ ട്വിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ കാണാമെന്ന് പറയാം. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം ഇതൊരു സിഡ്നി സ്വീനി തിരപ്പടം. അതുകൊണ്ട് തന്നെ ഒരുപാട് 18+ കണ്ടന്റുകളുണ്ട്. ആൻഡ് അതൊക്കെ വെറുതെ ആവശ്യമില്ലാതെ വെറുതെ കുത്തിക്കയറ്റി ഒരു സിഡ്നി സ്വീനി പടമായതുകൊണ്ട് ആൾക്കാർ അതൊക്കെ പ്രതീക്ഷിക്കുമെന്ന് പറഞ്ഞ് വെച്ചൊരു സാധനമല്ല എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കാരണം ഇതിൻ്റെ ഒരു കഥയിൽ അത് ആവശ്യമുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ആ ഒരു സംഭവങ്ങളൊക്കെ നീറ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി അധികം ഇങ്ങനെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലറാവും. ഞാനീ പറഞ്ഞ പോലെ ഈ വേലക്കാരിയായിട്ട് ആ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു വീട്ടിലൊരു ഹസ്ബൻഡുണ്ട്, ഒരു വൈഫുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്. സോ അവർ വീട്ടു ജോലി കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്കറിയാമല്ലോ ഈ അവിടെയുള്ള ആ ഒരു ഹസ്ബൻഡ് വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടറിൻ്റെ പുറകെ തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും സിനിമയുടെ മെയിൻ പ്ലോട്ട്. പക്ഷേ വലിയൊരു ട്വിസ്റ്റ് ആൻഡ് സസ്പെൻസ് ഒക്കെ നിറച്ച് എൻ്റെ ആ ട്വിസ്റ്റ് വന്നിട്ടടക്കം പിന്നെയും സിനിമ എൻഗേജിങ് ആയി പോകുന്നുണ്ട്. സോ അതാണ് ഈ പറഞ്ഞത്. 2 മണിക്കൂറുണ്ടെങ്കിലും 2 മണിക്കൂർ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു പടം. ആൻഡ് ഈ സിനിമ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏത് രാജ്യത്ത് വേണമെങ്കിലും ഇത് റീമേക്ക് ചെയ്യാം. ഇത് തന്നെ ഒരു റീമേക്ക് ആണോന്നൊന്നും അറിയില്ല. കാരണം അത്ര ലെയ്മൻ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. അത്ര യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അത്ര വലിയ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. വലിയ ഡീകോഡ് ചെയ്യേണ്ട സംഭവമൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് സിനിമയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സിനിമ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഇനി റീമേക്ക് വരാൻ ഒരുപക്ഷെ ചാൻസ് ഉണ്ട്. ആൻഡ് സിഡ്നിയുടെ പെർഫോമൻസ് മാത്രമല്ല, ഇതിൽ അമാൻഡ സീഫ്രിഡിൻ്റെ കിടിലൻ പെർഫോമൻസ് കണ്ടു. ആൻഡ് ഐ തിങ്ക് സിഡ്നിസിനേക്കാളും കുറേ കൂടി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള അമാൻഡയാണ് ഈ പടത്തിൽ. അമ്മാൻ്റെ ഇടയ്ക്ക് പെർഫോം ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. സ്പേസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സിഡ്നി നമുക്കറിയാമല്ലോ ആ ഒരു ഗ്ലാമറസ് ടച്ചോടെ തന്നെയാണ് ഈ സിനിമയിൽ മുഴുവനായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളതും. പക്ഷേ ആ ഒരു ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് അങ്ങനെയാണ് സ്റ്റേജ് ചെയ്തിട്ടുള്ളത് മുഴുവനായിട്ട്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിന് പറഞ്ഞ പോലെ ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ട്. അതെന്താണെന്നുള്ളത് പടം കണ്ടപ്പോൾ നോക്കുക. സോ ഈ ഒരു ട്വിസ്റ്റ് മാത്രം പ്രതീക്ഷിച്ച് കാണരുത്. അങ്ങനെയല്ല നമ്മൾ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും. നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും. നമ്മൾ കംപ്ലീറ്റ്ലി സിനിമയിൽ എൻഗേജ്ഡ് ആയി പോകും. അത് മെയിൻ കാരണങ്ങളൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് സീൻ ബൈ സീൻ അടുത്ത് എന്താ നടക്കാൻ പോകും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും. ആക്ച്വലി എന്താ അവിടെ നടക്കുന്നത് നമുക്കൊരു ഐഡിയ ഇനീഷ്യലി കിട്ടില്ല. പിന്നീട് അങ്ങോട്ട് നമ്മളിങ്ങനെ ഒരു ഫീൽ ഗുഡ് പടത്തിലേക്ക് ഇങ്ങനെ പോകുന്ന രീതിയിലേക്ക് പോയിട്ട് പിന്നെ ഈ പറഞ്ഞ ഒരു ത്രില്ലർ കാറ്റഗറിയിലേക്ക് പടം നീങ്ങും. ആൻഡ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതൊരു എറോട്ടിക് ത്രില്ലറാണ്. സോ അതുകൊണ്ട് ഒരു 18+ മൂവിയാണ്. 18+ കഴിഞ്ഞവർ മാത്രമേ സിനിമ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. സിഡ്നി സീനിയാണ്, തുടിക്ക് പ്ലക്കൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ പടം നല്ല ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ നല്ലൊരു പ്ലോട്ടാണ്, നല്ലൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വെറുതെ എറോട്ടിക് മൂവി എന്ന രീതിയിൽ മാത്രം പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പടമല്ല. എൻ്റെ ആ ഒരു ജോണറിൽ പെടുത്തേണ്ട ആവശ്യമില്ല. ഇതൊരു പടത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ളതാണ് ആ ഒരു 18+ കണ്ടൻസ്. എങ്കിലും സിനിമ നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമാണ്. നല്ലൊരു വാച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കണ്ടുവരണമെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ OTT പ്ലാറ്റ്ഫോമിൽ ഇവിടെ കിട്ടില്ല, കൺട്രി ലോക്കാണ്, ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഹൗസ് മെയ്ഡ് കണ്ടുവരണമെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.